നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, home and office furniture and accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന സെമിനാറും വികസന രേഖാ പ്രകാശനവും കാലിക്കടവിൽ മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കാൻ കഴിയാത്ത ജനപ്രതിനിധികൾ നമുക്കുണ്ടെന്നും മന്ത്രി. ഭക്തർക്ക് ദർശന സായുജ്യമേകി ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നു. 30 ആണ്ടിന് ശേഷം അരങ്ങിലെത്തിയ മുച്ചിലോട്ട് ഭഗവതിയെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. SFI മാടായി ഏരിയ സമ്മേളനം പരിയാരത്ത് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന് വസന്തോത്സവം സമ്മാനിച്ച് JCസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവം പുരോഗമിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾക്ക് 50 വയസ്സ്. മലയാളികൾക്ക് ആസ്വാദനത്തിന്റെ പുതിയ മാനം നൽകിയ നോവൽ ആസ്വാദക മനസ്സിൽ ഇന്നും വായനയുടെ പുതുവസന്തം തീർക്കുന്നു. വാർത്തകൾ വിശദമായി. അധികാര വികേന്ദ്രീകരണം വിനിയോഗിക്കാൻ അറിയാത്ത ജനപ്രതിനിധികൾ നമുക്കുണ്ടെന്ന് മന്ത്രി KP മോഹനൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം വികസന സെമിനാർ കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, തെയ്യങ്ങളുടെയും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ കോർഡിനേഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട്, കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള വികസനമാണ് നമുക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ച് 1, 2, 3 എന്നുള്ളത്. അധികാര വികേന്ദ്രീകരണം ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കാൻ അറിയാത്ത ജനപ്രതിനിധികൾ ഇന്നും നമുക്കുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കാണ് ഇത് വഴിവെക്കുന്നതെന്നും മന്ത്രി KP മോഹനൻ പറഞ്ഞു. നമ്മുടെ വികസന ചിന്താഗതികൾ വളരെ ചുരുങ്ങിയതാണ്. ഒരു റോഡിലോ അനുബന്ധ ഘടകങ്ങളിലോ നമ്മുടെ വികസന ചിന്ത അവസാനിക്കുന്നു. അത് പാടില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വികസന രേഖകൾ തയ്യാറാക്കുന്നതിൽ കിലയുടെ പങ്ക് പ്രശംസനീയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായിരുന്നു. വികസന രേഖയുടെ പ്രകാശനവും മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. നീലേശ്വരം മുനിസിപ്പൽ ചെയർപേഴ്സൺ V ഗൗരി പുസ്തകം ഏറ്റുവാങ്ങി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വെലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സെമിനാറിന്റെ ഭാഗമായി വികസന റിപ്പോർട്ട് അവതരണം, പഞ്ചായത്ത് തല ഗ്രൂപ്പ് ചർച്ച, ആക്ഷൻ പ്ലാൻ രൂപീകരണം എന്നിവയും നടന്നു. P രാമചന്ദ്രൻ മാസ്റ്റർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഭക്തർക്ക് ദർശന പുണ്യമേകി ചെറുവത്തൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നു. ഉച്ചയ്ക്ക് 2:30 ഭഗവതിയുടെ തിരുമുടി നിവരൽ ചടങ്ങ് നടന്നത്. 30 ആണ്ടുകൾക്ക് ശേഷമാണ് ചെറുവത്തൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. ചെറുവത്തൂരിലെ ഉമേഷൻ നേണിക്കമായിരുന്നു കോലധാരി. സഹദേവിമാർ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങൊഴിഞ്ഞതോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ പുറപ്പാടിന് അരങ്ങൊരുങ്ങിയത്. കലവറവാലിക്കാർ കുളിച്ച് ശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. തുടർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും പട്ടുടുത്ത് അരങ്ങിലിറങ്ങി. ശേഷം നിത്യകന്യകയായ മുച്ചിലോട്ടമ്മയുടെ വരവറിയിച്ച് തീപ്പാറ്റി തെയ്യം ഒറ്റച്ചിലിമ്പുകിലേക്ക് 3 തവണ ക്ഷേത്രത്തിന് വലം വെച്ചു. തീപ്പാറ്റി തെയ്യത്തിന്റെ പ്രദക്ഷിണത്തിന് ശേഷം ഭക്തിനിർഭരമായ മേലേരി കയ്യേക്കൽ ചടങ്ങും നടന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ മേലേരിയിലേക്ക് ചാടി. പിന്നാലെ കലവറവാലിക്കാരും മേലേരി കയ്യേറ്റു.
ഇതോടെയാണ് ഒരു ജനതയുടെ 30 ആണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് മുച്ചിലോട്ട് ഭഗവതി അരങ്ങിലെത്തിയത്. ഉച്ചയ്ക്ക് 2:30 ക്ഷേത്രത്തിലെ കൈലാസക്കല്ലിന് സമീപം അസുരവാദ്യത്തിൻ്റെ സൗമ്യതാളവും വീക്ക് ചെണ്ടയും ചീനിക്കുഴലിൻ്റെ വിഷാദസ്വരത്തിൻ്റെയും അകമ്പടിയിൽ ഭക്തർക്ക് ദർശന സായുജ്യമേകി മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നു. തുടർന്ന് 4 തവണ പതിഞ്ഞ താളത്തിൽ ക്ഷേത്രത്തിന് വലം വെച്ചു. 5ാം പ്രദക്ഷിണത്തിൽ ചെണ്ടയുടെ രൗദ്രതാളത്തിൽ മണങ്ങിയാട്ടവും നടത്തി ക്ഷേത്രമുറ്റത്തെ മണിക്കിണർ ദർശിച്ച് പൊയ്ക്കണ്ണഴിച്ചു. ക്ഷേത്രനടയിൽ പന്തൽമംഗലത്തിനായി അന്തിത്തിരിയൻ താലിയുമായി എത്തിയപ്പോൾ വാലിയക്കാർ അന്തിത്തിരിയനെ വാലായ്മ എന്ന് വിളിച്ചു പറയുകയും ചെയ്തതോടെ ചടങ്ങുകൾ പൂർത്തിയായി. തുടർന്ന് ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. രാവിലെ മുതൽ നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കാളി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളും കെട്ടിയാടി. വെറ്റിലാചാരത്തോടെ കളിയാട്ടം സമാപിച്ചു. മൂന്ന് പതിറ്റാണ്ടിന് ശേഷം മുച്ചിലോട്ടമ്മയുടെ തിരുമുഖം കണ്ട് ഭക്തജനങ്ങൾ നടക്കയാത്ര ആരംഭിച്ചു. ഇനിയൊരു പെരുങ്കളിയാട്ടത്തിൻ്റെ സൗഭാഗ്യം എന്ന് വരുമെന്നുള്ള ആകുലതയോടെയാണ് ജനങ്ങൾ പിരിയുന്നത്. വലിയ ജനാവലിയാണ് ചെറുവത്തൂർ മുച്ചിലോട്ട് തടിച്ചുകൂടിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി പ്രഭാകരൻ തരങ്കിടി. SFI മാടായി ഏരിയ സമ്മേളനം പരിയാരം മെഡിക്കൽ കോളേജ് KV സുധീഷ് നഗറിൽ നടന്നു. SFI സംസ്ഥാന പ്രസിഡന്റ് TP ബിനീഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ അവതാളത്തിലാക്കിയെന്ന് ബിനീഷ്. രാവിലെ ഏരിയ പ്രസിഡന്റ് പ്രണവരാജ് പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ എല്ലായിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരംഭിക്കുന്നത് സോവിയറ്റിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ രാജ്യത്തും 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് സോവിയറ്റിലുണ്ടായിട്ടുള്ള വലിയ തൊഴിലാളി മുന്നേറ്റത്തെ തുടർന്നു. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരണമാകുന്ന സമയത്ത് നമുക്കറിയാം, ലോക സാമ്രാജ്യത്വമായ ഇടതുപക്ഷ ആശയങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സോവിയറ്റ് യൂണിയന്റെ വളർച്ചയോട് കൂടി തന്നെ ലോകത്താകിയ സാമ്രാജ്യത്വ ശക്തികൾ ഇടത് ആശയങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു കാലഘട്ടമായിരുന്നു. സർവത്ര അഴിമതി സമം UDF സർക്കാർ എന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നത്. UDF MLA-മാർ പോലും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. ദേശീയ ഗെയിംസോടെ ജനങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞെന്നും TP ബിനീഷ് അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണ്. വിദ്യാഭ്യാസരഹിതരുടെ കൈകളിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. കഴിഞ്ഞ 4 വർഷത്തെ അനുഭവം അതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏരിയ സെക്രട്ടറി അനീഷ് പ്രവർത്തന റിപ്പോർട്ടും ജിതിൻ രക്തസാക്ഷി പ്രമേയവും നവ്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. SFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി, ജില്ലാ പ്രസിഡന്റ് M വിജിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് K സൗമ്യ, രഹ്നജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും MV ദിനേശൻ, ജിതിൻ P, ശ്രീലക്ഷ്മി എന്നിവരടങ്ങിയ പ്രമേയ കമ്മിറ്റിയും അനന്തുരാജ്, നവ്യ, ജിതിൻ, അശ്വിൻ എന്നിവരടങ്ങിയ മിനിറ്റ്സ് കമ്മിറ്റിയും പ്രവർത്തിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 195 വിദ്യാർത്ഥികളായിരുന്നു ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ PWD ഓഫീസിന് മുന്നിൽ ധർണയും പ്രതിരോധ പ്രകടനവും സംഘടിപ്പിച്ചു. ധർണ INTUC ജില്ലാ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
വർഷങ്ങളായി ടാർ ചെയ്യാത്ത പയ്യന്നൂർ നഗരസഭയിലെ PWD റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക, പൊട്ടിപ്പൊളിഞ്ഞ ഓവുചാലുകൾ വൃത്തിയാക്കി കാൽനടയാത്ര സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC പയ്യന്നൂർ PWD ഓഫീസിന് മുന്നിൽ മാർച്ചും നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇനിയും നന്നാക്കി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AP നാരായണൻ പറഞ്ഞു. ആരേറ്റെടുത്താലും വേണ്ടിയില്ല, ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവമായി ഇത് വീഴ്ച വരുത്തുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂർ ടൗണിലൂടെ കാൽനട യാത്ര പോലും സാധിക്കാത്ത വിധത്തിൽ ഓവുചാലുകളുടെ സ്ലേബുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നോക്കി കാലാകാലങ്ങളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. PWD പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. AP നാരായണൻ, K ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂർ കൊച്ചി ജുമാ മസ്ജിദിലെ ജീവനക്കാരൻ അബ്ദുൾ ഹക്കീം കൊല ചെയ്യപ്പെട്ടിട്ട് ഫെബ്രുവരി 10 ഒരു വർഷം പൂർത്തിയാവുകയാണ്. മരണത്തിന് ഉത്തരവാദികളായവർ ഇപ്പോഴും അദൃശ്യരായി തന്നെ നിലകൊള്ളുകയാണ്. 2014 ഫെബ്രുവരി 10 പയ്യന്നൂരും പരിസര പ്രദേശങ്ങളും അന്നുണർന്നത് കൊച്ചി ജുമാ മസ്ജിദ് വളപ്പിൽ ഒരു മൃതദേഹം കത്തിക്കരിയുന്നു എന്ന വാർത്ത കേട്ടാണ്. താമസിയാതെ അത് ഹക്കീം എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞു. ഹക്കീം കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു വർഷം തികയാറായിട്ടും ഇനിയും അതിന് കാരണക്കാരായവരെ കണ്ടെത്താനായിട്ടില്ല. സമരങ്ങളും പ്രകടനങ്ങളും അതിനുശേഷം പയ്യന്നൂർ എത്രയോ കണ്ടു. കൊലയാളി മാത്രം ഇപ്പോഴും ഇരുളിന്റെ മറവിൽ തന്നെയാണ്. നീതി കിട്ടാതെ പോയത് ഹക്കീമിന്റെ മരണത്തോടെ നിരാലംബരായി പോയ ഭാര്യയ്ക്കും മകനുമാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഒരു നാൾ എന്നേക്കുമായി പടിയിറങ്ങിപ്പോയത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളേതുമില്ലാതെ ഹക്കീമിന്റെ ഭാര്യയ്ക്ക് കൂലിവേലയ്ക്ക് പോകേണ്ടി വന്നു. മകന്റെ പഠിത്തം, ഇടയ്ക്കിടെ വന്നെത്തുന്ന രോഗങ്ങൾ എല്ലാം കൂടി ഇപ്പോൾ ഇവർ ഒറ്റയ്ക്കാണ് ചുമക്കുന്നത്. പടിഞ്ഞാറ് നിന്നും വീശുന്ന കാറ്റിന് ഇപ്പോഴും രക്തത്തിന്റെ ഗന്ധമുണ്ട്. സ്വന്തം വിശ്വാസത്തിനനുസരിച്ചുള്ള മരണാനന്തര കർമ്മങ്ങൾ പോലും ഏറ്റുവാങ്ങാനാകാതെ പോയ ഭർത്താവിനെ കുറിച്ചോർത്ത് ഇവരുടെ കണ്ണുകൾ തോരുന്നില്ല. എല്ലാം കാണുന്ന അള്ളാഹുവിന്റെ കണ്ണിൽ ഇതു ചെയ്തവർക്ക് മാപ്പ് കിട്ടില്ല എന്നതു മാത്രമാണ് ഇവരെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം. വർഷം 1 തികയുന്ന ഈ വേളയിൽ പയ്യന്നൂർ വീണ്ടും സമരങ്ങളാൽ ശക്തമാവുകയാണ്. എന്നാണിനി കൊലയാളിയെ നീതിപീഠത്തിനു മുന്നിൽ കൊണ്ടുവരാനാവുക? കാത്തിരുന്നു കാണാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾക്ക് 50 വയസ്സ്. മലയാള നോവൽ അതുവരെ ദർശിക്കാത്ത പുതിയ മാനങ്ങൾ അനുവാചകർക്ക് പകർന്നു തന്ന ഈ നോവൽ 1965 പ്രസിദ്ധീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന ചെറുനോവലിന് 50 വർഷം തികയുകയാണ്. 1965 ബഷീർ മതിലുകൾ എഴുതിയത്. മലയാള സാഹിത്യത്തിലെ ഒരു വലിയ സർഗാത്മകമായുള്ള സ്ഫോടനമാണ് സത്യത്തിൽ മതിലുകൾ. അതായത് നമ്മളിന്ന് കാഴ്ചയുടെ ഒരു ലോകത്തിൽ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ശബ്ദങ്ങളുടെ ഒരു ലോകം, അതായത് കേൾക്കുക എന്നുള്ളത്, കേൾവിയുടെ വിജയമാണ് സത്യത്തിൽ മതിലിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞത്. കാരണം കാണുന്നില്ല. നമ്മുടെ ഇന്നത്തെ എല്ലാവിധ ബ്യൂട്ടി പാർലർ കോംപ്ലക്സുകളെയും അട്ടിമറിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ശബ്ദം, മതിലുകളെയൊക്കെ മുറിച്ചിട്ട് ഹൃദയത്തിൻ്റെ ശബ്ദം മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെയുള്ള അതായത് നമ്മുടെ പുറത്തുള്ള കാഴ്ചകളുടെയും പരസ്യങ്ങളുടെയും ലോകം, അവിടെ മനുഷ്യൻ ചെതറിപ്പോകുന്നു. സത്യത്തിൽ അതല്ലേ തടവ്? മനുഷ്യരും തമ്മിലുള്ള ഏറ്റവും ആഴത്തിലുള്ള ഹൃദയബന്ധമല്ലേ സ്വാതന്ത്ര്യം? ആ ഹൃദയബന്ധത്തിന് ഈ ജയിലിലെ കൂറ്റൻ മതിൽ, കാണുന്ന കൂറ്റൻ മതിൽ തടസ്സമല്ല. എന്നാൽ കാണാത്ത 1000 മതിലുകൾക്കിടയിൽ ചിതറിപ്പോകുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് അഗാധമായ ഹൃദയബന്ധത്തിൻ്റെ ഒരു ലോകത്തിൽ വെച്ച് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയുക? ആഘോഷിക്കാനാവില്ല എന്നതിനോടുള്ളൊരു പ്രതീകാത്മകമായ സാംസ്കാരിക പ്രതിരോധം എന്ന അർത്ഥത്തിലാണ് ബഷീറിൻ്റെ മതിലുകൾ പ്രസക്തമാകുന്നത്. ജയിലാണ് കഥയുടെ പശ്ചാത്തലം. മതിലുകൾക്ക് ഇരുപുറവും നിന്ന് പരസ്പരം കാണാതെ ഒരു അപൂർവ സുന്ദര സ്നേഹം വിടരുന്നതാണ് കഥാതന്തു. അപ്രതീക്ഷിതമായി ജയിൽ മോചിതനാകുന്ന നായകൻ എന്തിനാണ് ഞാൻ സ്വതന്ത്രനാകുന്നത് എന്ന ചോദ്യം പല തലങ്ങളും കടന്നു പോകുന്നത് കൃതിയുടെ സൗന്ദര്യവും ആഴവും വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും സാർവദേശീയ മാനമുള്ള ഒരു
കൃത്യമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. അപ്പം അതിൽ ഒരു ജയിൽ പുള്ളിയുടെ കഥയോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെൺജയിലിലത്തെ ഒരു സ്ത്രീയുടെ കഥയോ ആയിട്ടത് നമുക്കത് പരിമിതപ്പെടുത്തി കാണേണ്ട കാര്യമില്ല. കാരണം അത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവസ്ഥയാണ് അതിൽ പറയുന്നത്. ഒരു അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഘട്ടത്തിൽ രണ്ടു പേര് തമ്മിൽ സ്ഥാപിക്കുന്ന ഈ സ്നേഹം, ആ സ്നേഹം എത്രമേൽ അർത്ഥവത്താണ് എന്ന് ബഷീർ അതിലൂടെ പ്രഖ്യാപിക്കുന്നു. മതിലുകൾ ഇതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിയെ നായകനാക്കി അബ്രപാളിയിൽ പകർത്തുകയും ചെയ്തു. പഴയങ്ങാടി കോഴി ബസാറിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ചാശ്രമം. കോഴിക്കോട് ഡിവൈഎസ്പി അഷ്റഫിന്റെ ഭാര്യാഗൃഹത്തിലാണ് മോഷണശ്രമം നടന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് കോഴി ബസാറിലെ SV ജമീലിയുടെ വീടിന്റെ പിറകുവശത്തെ പൂട്ട് തകർത്ത നിലയിൽ സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എല്ലാ മുറികളിലെയും പൂട്ടുകൾ തകർത്ത നിലയിലാണ്. അലമാരയിൽ നിന്നും സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. പണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. പയ്യന്നൂരിന് വസന്തോത്സവം സമ്മാനിച്ച് പയ്യന്നൂർ പുഷ്പോത്സവം ശ്രദ്ധേയമാകുന്നു. ജെസിസിന്റെ ആഭിമുഖ്യത്തിലാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത്. വർണ്ണങ്ങളുടെ സംഗമഭൂമിയാവുകയാണ് പയ്യന്നൂർ പുഷ്പോത്സവ നഗരി. പുഷ്പങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളാണ് മേളയിലേക്ക് കാണികളെ ആകർഷിക്കുന്നത്. സ്വദേശി മുതൽ വിദേശികളടക്കമുള്ള നിരവധി പുഷ്പങ്ങളും റോസാപ്പൂവിൻ്റെ വിവിധ വർണ്ണങ്ങളും മേളയെ ശ്രദ്ധേയമാക്കുന്നു. പൂക്കൾക്കൊപ്പം തന്നെ ബോൺസായി ചെടികളും ബഡ്ഡിംഗ് ചെയ്ത വിവിധ തരം തൈകളും മേളയുടെ ഭാഗമാണ്. എല്ലാ സ്റ്റാളുകളിലും വൻ തിരക്കാണ് ദിവസേന അനുഭവപ്പെടുന്നത്. കുട്ടികളടക്കം നിരവധി പേരാണ് പുഷ്പോത്സവ നഗരിയിലേക്ക് എത്തുന്നത്. ഫ്ലവർ ഷോയുടെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള പതാക ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം നഗരസഭാ കൗൺസിലർ KV ബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എംപ്ലോയീസ് യൂണിയന്റെ 28ാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച പതാക ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. SBTയെ SBIയിൽ ലയിപ്പിക്കുന്നത് ജനവിരുദ്ധമാണ്. SBTയെ ലയിപ്പിച്ചില്ലാതാക്കരുത്. SBTയെ SBIയിൽ നിന്നും സ്വതന്ത്രമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും SBT എംപ്ലോയീസ് യൂണിയന്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലും അതുപോലെ തന്നെ പൊതുവെയുള്ള സാമ്പത്തിക മേഖലയിലും ഉള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ചടങ്ങിൽ K മനോജ് കുമാർ അധ്യക്ഷനായി. NK സുരേന്ദ്രൻ, K പ്രേമചന്ദ്രൻ, S സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ 13-ാം തീയതി തൃശൂരിൽ സമാപിക്കും. വിദ്യാർത്ഥികളിൽ ദേശീയ ബോധമുണർത്തി കര, നാവിക, വ്യോമസേന മേധാവികളുമായി നടത്തിയ മുഖാമുഖം പരിപാടി ശ്രദ്ധേയമായി. അടുത്തില ഫസൽ ഓമർ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി NCC കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ A രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം കര, നാവിക, വ്യോമസേനകളിൽ ജോലി നേടാനുള്ള സാധ്യതകളെക്കുറിച്ചും വിശദീകരിച്ചു. ഇന്ത്യൻ ആർമിയുടെ സേവനങ്ങളെപ്പറ്റി ലഫ്റ്റനന്റ് കേണൽ A രാജീവൻ വിശദീകരിച്ചു. നാവികസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏഴിമല നേവൽ അക്കാദമിയിലെ ലഫ്റ്റനന്റ് കമാൻഡർ സുരേഷ് വിശദീകരിച്ചു. വ്യോമസേനയെ പ്രതിനിധീകരിച്ച് വാറന്റ് ഓഫീസറും സ്കൂൾ പ്രിൻസിപ്പലുമായ BP രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. PP നസറുദ്ദീൻ, സലീം അഹമ്മദ്, സിന്ധു, മിനി മിത്രൻ, ജസീർ അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം പെരുമ്പയിൽ VSS ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് VP കൃഷ്ണപൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. P ബാലൻ അധ്യക്ഷനായി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ഇന്ന് പണിയെടുത്തില്ലെങ്കിൽ, ഇന്ന് ഇതേതരായി പ്രശ്നം നടത്തിയില്ലെങ്കിൽ നാം അടുത്ത തലമുറയോട് മാത്രമല്ല നമ്മൾ തന്നെ ഒരു 10 കൊല്ലം ജീവിക്കുമെങ്കിൽ ഈ 15,000 ഉറുപ്പിക എന്ന് പറയുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. K കരുണാകരൻ, P കരുണാകരൻ, KV രാധാകൃഷ്ണൻ, KV ദിവാകരൻ, K സുധാകരൻ, MV ബാലൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു.
മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി അടക്ക കൊണ്ട് അലങ്കരിച്ച തൂണുകൾ ആകർഷങ്ങളാവുന്നു. 15,000-ഓളം പഴുത്ത അടക്കകൾ കോർത്തിണക്കിയാണ് 10 തൂണുകൾ അലങ്കരിച്ചിരിക്കുന്നത്. മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി അടക്ക കൊണ്ട് അലങ്കരിച്ച തൂണുകൾ ആകർഷകമാകുന്നു. ക്ഷേത്ര തിരുമുറ്റത്തെ തൂണുകളിൽ പഴുക്ക അടക്കകൾ കോർത്തിണക്കിയാണ് അലങ്കരിച്ചത്. സ്ത്രീകളും കുട്ടികളും പഴുക്ക അടക്കകൾ നൂലിൽ കോർത്ത് കെട്ടിയുണ്ടാക്കുന്ന മാലകൾ ബാല്യക്കാർ ചേർന്ന് തൂണുകളിൽ കെട്ടി അലങ്കരിക്കുന്നു. 15,000-ഓളം പഴുത്ത അടക്കകൾ കോർത്തെടുത്ത് 10 തൂണുകൾ അലങ്കരിച്ചിരിക്കുന്നു. പച്ചമാല, പവിഴമാല, പഴുക്കാ തൂണുകൾ ഉണ്ടനേകം എന്ന തെയ്യം തോറ്റം പാട്ടിലെ വരികളെയാണ് ഈ കാർഷിക കാഴ്ച അർത്ഥമാക്കുന്നത്. ഒരുപാട് കാർഷിക വിഭവങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കലവറ നടക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് അന്നദാനം തിരുവടുന്ന ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങൾക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ അടക്കാത്തൂണാണ്. ഈ അടക്കാത്തൂണ് കണ്ണൂർ ജില്ലയിലെ അമ്പലങ്ങളിൽ വളരെ അപൂർവമായി കാണാം. പ്രത്യേകിച്ച് മാതമംഗലത്ത് ഇവിടെയാണ് ഞങ്ങൾ എൻ്റെ അറിവിൽ ഇവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും കൂടിയാണ് ഈ അടക്കാത്തൂണ്. പാരമ്പര്യമായി ലഭിച്ച പ്രകൃതിക്കിണങ്ങിയ അനുഷ്ഠാന കലയായ ഈ കാർഷിക സമൃദ്ധി വീക്ഷിക്കാൻ ധാരാളം ജനങ്ങൾ എത്തിച്ചേരുന്നു. ന്യൂസ് ബ്യൂറോ, യാത്ര. പാടിയൊട്ടുചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 9 മുതൽ 15 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 9 വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് പുതിയതായി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണവും മുൻകാല ക്ഷേത്രസാരഥികളെ ആദരിക്കലും നടക്കും. ഫെബ്രുവരി 15 വരെയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും അക്ഷരശ്ലോക സദസ്സും ആധ്യാത്മിക പ്രഭാഷണം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും. TV വിജയൻ, പത്മനാഭൻ പലേരി, MV സുരേഷ്, CK ജയപ്രകാശ്, മോഹനൻ KV എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാടായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മാടായി തിരുവർക്കാട്ട് കാവിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങോടെയാണ് 4 നാൾ നീണ്ടു നിൽക്കുന്ന മാടായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായത്. മാടായി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, പുലിയൂർ കണ്ണൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും. രാത്രി 10-ന് ആറാടിക്കലോടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കും. ഹക്കീം വധം CBI അന്വേഷിക്കാത്തത് എന്തുകൊണ്ട് എന്ന മുദ്രാവാക്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള നീതിയാത്ര ഫെബ്രുവരി 8, 9 തീയതികളിൽ നടക്കും. ഫെബ്രുവരി 10-ന് വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജനങ്ങളുടെ പാർലമെന്റ് സംഘടിപ്പിക്കും. ഹക്കീം വധം കൊലയാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 10-ന് വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് കർമ്മസമിതി യോഗം തീരുമാനിച്ചു. ഇനി അറിയിപ്പുകൾ. വെള്ളൂർ ചാലിൽ തറവാട് ദേവസ്ഥാനം പ്രശ്നചിന്ത ഫെബ്രുവരി 8-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തറവാട്ടിൽ വെച്ച് ചേരും. അന്നൂർ വോളിപ്പാടി 15ാം വാർഷികാഘോഷ പരിപാടികൾ ഫെബ്രുവരി 8 ഞായറാഴ്ച നടക്കും. കേരള റോഡ് ആക്സിഡൻസ് അവയർനെസ് ഫോറം റോഡ് സുരക്ഷയ്ക്കും ഹെൽമറ്റ് ബോധവൽക്കരണത്തിനുമായി നിർമ്മിച്ച ഹെൽമറ്റ് ജീവന്റെ രക്ഷാകവചം തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 11-ന് ബുധനാഴ്ചയും തുളുവന്നൂർ ക്ഷേത്രത്തിൽ മാർച്ച് 4-നും പ്രദർശിപ്പിക്കും. മാറ്റൊലിയുമായി അശ്വിൻ ശ്രീധരൻ ചേരുന്നു. ഫേസ്ബുക്ക് മുഖമില്ലാത്ത മുഖപുസ്തകം. ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ ഇന്നത്തെ കാലത്ത് ആർക്കും എന്തും പറയുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വിഷയത്തെക്കുറിച്ച് അറിവില്ലാതെയാണ് നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് ദോഷം ചെയ്യുന്നു എന്നത് നമ്മൾ പ്രായമുള്ളവർ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അവരുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് അവരുടെ സന്ദേശമായി
മാറ്റുന്നത്. ഇത് കേരളത്തിലും ഇന്ത്യയിലുമല്ല, ലോകത്ത് ആകമാനം ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. അത് ഓരോ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഭരണഘടനയുടെ ഭാഗമായിട്ടോ മറ്റ് ഏതെങ്കിലും രീതിയിൽ അത് ദോഷം ചെയ്യുന്ന ആ സംവിധാനത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നത് ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആലോചിക്കേണ്ട സമയം കടന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. പുതിയ കാലത്തിൻ്റെ ആവശ്യകതയായിട്ട് നവമാധ്യമം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല നിലയിലേക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെല്ലാം പറയുമ്പോൾ തന്നെ നവമാധ്യമങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്ന നിലയിലേക്ക് നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ എല്ലാ ആൾക്കുണ്ട്. പക്ഷേ പണ്ടെല്ലാം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ സമരവുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ഇന്ന് തെരുവോരത്തെ സമരം നടത്താതെ നമ്മൾ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തി മാറിയിരിക്കുന്നതായി മാറുമ്പോൾ അത് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഭരണാധികാരികൾക്ക് എന്തും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ, അതായത് പ്രതികരിക്കുന്ന ആളുകളെ പ്രതികരണം മാത്രമാക്കിയിട്ട് അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വരാതെ പ്രതികരണം മാത്രമാക്കി മാറ്റുന്നു എന്നൊരു വലിയ ഒരു ഡീമെറിറ്റ് ഈ നവമാധ്യമങ്ങൾക്കുണ്ട്. അതാണ് പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സുഹൃത്ത് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിന് ഒക്കെ ഫേസ്ബുക്ക് ഉപകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയപ്പെടുന്ന അല്ല കാണപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ഈ ഫേസ്ബുക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതെ, അത് തന്നെയാണ് ഇതിൻ്റെ ദോഷം എന്ന് പറയുന്നത്. അപഖ്യാതികൾ പെട്ടെന്ന് പരത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു ചെറിയ കാര്യം വളരെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും എത്തും. അപ്പോൾ അത് ഒരു ദോഷം തന്നെയാണ്. നല്ല വശങ്ങൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ മോശം വശങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. അതിലെ പരിമിതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്ക് ഞാനത് നോക്കിക്കാണുമ്പോൾ അതിൽ കുറേയൊക്കെ വെറും ലൈക്കും ഷെയറും മാത്രമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ നമ്മൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ പത്രമാസികളിലും അല്ലെങ്കിൽ ടി വി മറ്റ് വാർത്താമാധ്യമങ്ങൾ കാണുന്നതിൽ ഉപരി ആയിട്ട് ഒരുപാട് തമാശകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാനും അത് പരസ്പരം കൈമാറാൻ സാധിക്കുന്നുണ്ടെന്ന രീതിയിൽ ഫേസ്ബുക്ക് പോലുള്ള മീഡിയകൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന സെമിനാറും വികസന രേഖാ പ്രകാശനവും കാലിക്കടവിൽ മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കാൻ കഴിയാത്ത ജനപ്രതിനിധികൾ നമുക്കുണ്ടെന്നും മന്ത്രി. ഭക്തർക്ക് ദർശന സായുജ്യമേകി ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നു. 30 ആണ്ടിന് ശേഷം അരങ്ങിലെത്തിയ മുച്ചിലോട്ട് ഭഗവതിയെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. SFI മാടായി ഏരിയ സമ്മേളനം പരിയാരത്ത് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന് വസന്തോത്സവം സമ്മാനിച്ച് JCസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവം പുരോഗമിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾക്ക് 50 വയസ്സ്. മലയാളികൾക്ക് ആസ്വാദനത്തിന്റെ പുതിയ മാനം നൽകിയ നോവൽ ആസ്വാദക മനസ്സിൽ ഇന്നും വായനയുടെ പുതുവസന്തം തീർക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.